നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഉളിയിൽ കൂമ്പൻതോടിൽ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വീട്ടുമതിലിടിഞ്ഞു വീണ് അപകടം. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് മതിലിടിഞ്ഞു വീണത്. കണ്ണൂർ ചാലോട് മൂലക്കരിയിൽ വാഹനമിടിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. മട്ടന്നൂർ സ്വദേശി പി സുധാകരനാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കാർ വാടകയ്ക്ക് നൽകിയ ഉടമയ്ക്കെതിരെ കേളകം പോലീസ് കേസെടുത്തു. പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലേക്ക് NDA മാർച്ച് നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്ത ദേവസ്വം മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിനെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കി. കണ്ണൂർ പയ്യന്നൂരിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപിക ആത്മഹത്യ ചെയ്ത നിലയിൽ. സുരഭി പാലിനെയാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സ് സമരം തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. പാചകവാത സിലിണ്ടർ വിതരണത്തിലെ കേന്ദ്ര നിബന്ധനകൾ കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കും. മന്ത്രി GR അനിൽ. തൃശൂരിൽ കാറിനുള്ളിൽ 57കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർദ്ധക്യ പെൻഷൻ മാലിന്യങ്ങൾക്കിടയിൽ. ഉടമയ്ക്ക് തിരികെ നൽകി ഹരിതകർമ്മസേന. സംഭവം മലപ്പുറത്ത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം EN മോഹൻദാസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിന് കൈമാറും. പുനല്ലൂർ ആളുകേറാമലയിലെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. കൊല്ലപ്പെട്ടത് പ്രതിയെന്ന് സംശയിക്കുന്ന അനിൽകുമാർ തന്നെയെന്ന് പോലീസ് കണ്ടെത്തൽ. DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി കുട്ടിയുടെ പിതാവ്. മകനൊരിക്കലും ജീവനൊടുക്കില്ലെന്നും കൊലപാതകമാണെന്നുമാണ് പിതാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ മൂന്നാർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഭാര്യയെ MLA ആക്കാൻ നീക്കം നടത്തി. VK ശ്രീകണ്ഠൻ MPക്കെതിരെ പാലക്കാട് ഫ്ലെക്സ് പ്രതിഷേധം. രാജ്യത്ത് ആദ്യമായി ദയാവധത്തിന് അനുമതി. 13 വർഷമായി കിടപ്പിലായ ഹാരിഷ് റാണയുടെ വെന്റിലേറ്റർ സഹായം പിൻവലിക്കാമെന്ന് സുപ്രീം കോടതി. പരിശീലനത്തിനിടെ വൈകല്യം സംഭവിച്ച കേഡറ്റുകൾക്ക് ആനുകൂല്യം വൈകൽ. കേന്ദ്രത്തിന് സുപ്രീം കോടതി വിമർശനം. വീടിന്റെ ടെറസിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കൂത്തുപറമ്പ് പാറാലിലെ സജിമ കാരായിയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. കൊച്ചിയിൽ നടക്കുന്ന NDA പൊതുസമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ തന്നെ മത്സരിക്കണമെന്നില്ല. സ്ത്രീകളെ പരിഗണിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ക്ഷമ. വാഹന പരിശോധനയ്ക്കിടെ സബ് ഇൻസ്പെക്ടറെ സ്കൂട്ടറിടിച്ച് വീഴ്ത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോലപ്പറമ്പിൽ വിഷ്ണുവിനെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. ചടങ്ങ് ബഹിഷ്കരിക്കാൻ സർക്കാർ. സമയം കഴിഞ്ഞതിനാൽ പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട ബാർ ജീവനക്കാരനു നേരെ മദ്യപൻ നിറയൊഴിച്ചു. പുതുപ്പള്ളി കൈതേപ്പാലത്ത് ബാറിൽ തിങ്കളാഴ്ചയാണ് സംഭവം. പാകിസ്ഥാനിനായി ചാരപ്പണി ചെയ്ത UP സ്വദേശിയായ നാവിക ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. തന്ത്രപ്രധാന വിവരങ്ങൾ കൈമാറിയെന്ന് കണ്ടെത്തൽ. പിടിയിലായത് കൊച്ചിയിൽ. വീട്ടുകാർക്ക് ആത്മഹത്യാ സന്ദേശം അയച്ച് പാലത്തിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കയർ പൊട്ടി ആറ്റിൽ വീണു മരിച്ചു. പാലാ മുരിക്കുംപുഴ വെട്ടത്തോട്ടത്തിൽ VS അനിൽകുമാറാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. മുത്തങ്ങ കല്ലൂരിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. മുഹമ്മദ് ഫായിസ്, അംനത്ത് എന്നിവരാണ് മരിച്ചത്. ഇരുവരും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം. കോളയാട് ചോലയിൽ യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലച്ചേരി കക്കംതോടിലെ K. പ്രവീണാണ് മരിച്ചത്. കണ്ണവം SI അനൂപ് K. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സംസ്കാരം നാളെ. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട്. കണ്ണൂർ, പാലക്കാട്, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്.
കണിച്ചാർ വളയംചാലിലെ മറ്റപ്പറമ്പിൽ തോമസ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9:30 കണിച്ചാർ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ. ഇരിട്ടി പൈഞ്ചേരി വികാസ് നഗറിലെ പുതുപ്പറമ്പൻ തമ്പായി അമ്മ നിര്യാതയായി. 98 വയസ്സായിരുന്നു. പെരുന്തോടിയിലെ മരാടി കുങ്കൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ: ഗ്രാമിന് 85 രൂപ കൂടി 14,970 രൂപയും പവന് 680 രൂപ കൂടി 1,19,760 രൂപയുമായി. വെള്ളിക്ക് 290 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം: റബ്ബർ 211, ലോട്ട് 196, ഒട്ടുപാൽ 127, കുരുമുളക് 660, അടയ്ക്ക 385, കശുവണ്ടി 157, തേങ്ങ 49, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 117. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.